47ഓളം വീടുകളിൽ അരുൺ പെണ്ണു കാണാൻ കയറിയിറങ്ങി. ഒരു കല്യാണവും ശരിയാവാതെ വന്നപ്പോൾ കൂട്ടുകാരൻ കണ്ട പെണ്ണിനെ കറക്കിയെടുത്ത് വിവാഹം കഴിച്ചു. പിന്നീട് വിവാഹം കഴിഞ്ഞ് പെണ്ണിന്റെ വീട്ടുകാർ 3-ാം നാൾ അടുക്കള കാണലിന് ചെക്കന്റെ വീട്ടിൽ വരുമ്പോൾ സമ്മാനമായി ഒറ്റത്തടിയിൽ തീർത്ത ഒരു അലമാര കൊടുക്കുന്നതും അതിനുശേഷം അരുണിന്റെ ജീവിതത്തിൽ അലമാര സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത്. വിവാഹബന്ധത്തിന്റെ പവിത്രതയും കെട്ടുറപ്പും എത്രത്തോളം വലുതാണെന്നാണ് ചിത്രത്തിലൂടെ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് നർമ്മത്തിൽ ചാലിച്ച് ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. ദാമ്പത്യ ബന്ധങ്ങളിലെ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും വരെ ഊതിവീർപ്പിച്ച് അവസാനം വിളക്കി ചേർക്കാൻ കഴിയാത്ത വിധത്തിൽ കാര്യങ്ങളെ വഷളാക്കി മാറ്റുന്ന ഇക്കാലത്ത് അലമാര മുന്നോട്ട് വയ്ക്കുന്നത് സമകാലിക പ്രസക്തിയുള്ള കഥ തന്നെയാണ്. ചിത്രത്തിൽ സണ്ണി വെയിന്റെ നായികയായി എത്തിയ പുതുമുഖം അതിഥി രവിയുടെ കന്നി അരങ്ങേറ്റം മോശമാക്കിയില്ല. അതേസമയം രഞ്ജി പണിക്കർ, സീമാജി നായർ തിയേറ്ററിൽ ചിരിയുടെ മാലപ്പടക്കം തീർത്തു. കൂടാതെ സൈജു കുറുപ്പ്, അജു വർഗീസ്, മണികണ്ഠൻ എന്നിവരും ഹാസ്യത്തിന്റെ ചിരിപ്പൂട്ട് തുറന്നിരിക്കുകയാണ്. ചിത്രത്തിൽ അലമാര ഒരു പ്രധാന റോളാണ് കൈകാര്യം ചെയ്യുന്നത്. അതേസമയം അലമാര സംസാരിക്കുന്ന രംഗങ്ങൾ ഉട്ടോപ്പിയയിലെ രാജാവിൽ കഴുതയും കാക്കയും ഒക്കെ സംസാരിക്കുന്ന ഫാന്റസി ഫീൽ തോന്നിപ്പിക്കുന്നു. കിട്ടുറപ്പില്ലാത്ത തിരക്കഥയുടെ അഭാവം സിനിമയിലുടനീളം പ്രകടമാണ്. ഇടയ്ക്ക് സിനിമയുടെ ട്രാക്ക് മാറി സഞ്ചരിക്കുമ്പോൾ അവിടെ ഇവിടെ തമാശകൾ പൊട്ടാത്ത പടക്കമായി മാറുന്നതും സിനിമയുടെ പോരായ്മയാണ്. ആദ്യ പകുതിയുടെ വേഗത കുറവ് 2-ാം പകുതിയിൽ കാണാൻ കഴിയില്ല എങ്കിലും അലമാര ഒരു മികച്ച അനുഭവം തന്നെയാണ്. ചിത്രം പ്രേക്ഷകനെ പൂർണ്ണമായി നിരാശനാക്കില്ല. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.